നമ്മളുടെ ഇന്നത്തെ സബ്ജക്റ്റ് ഓൺടർപ്രണർഷിപ്പാണ്. ഓൺടർപ്രണർഷിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മലയാളം അർത്ഥം സംരംഭകത്വം എന്നുള്ളതാണ്. അതായത് വ്യക്തമായ താല്പര്യവും കാഴ്ചപ്പാടും അധ്വാനിക്കാനായിട്ട് തയ്യാറുള്ളതും ആയിട്ടുള്ളതായിട്ടുള്ളൊരു വ്യക്തി പുതിയ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങും. അത് ഓർഗനൈസ് ചെയ്യണം, അതിനു വേണ്ടിയിട്ട് മുതൽ മുടക്കണം, അതിനുള്ള റിസ്കുകളുണ്ട്, അത് ഏറ്റെടുക്കണം. എന്നിട്ട് ആ സംരംഭത്തിന് വിജയത്തിലേക്ക് നയിക്കണം. ദാറ്റ് ഇസ് വാട്ട് ഈസ് ഓൺടർപ്രണർഷിപ്പ്. ഇന്ന് ലോകത്തെല്ലായിടത്തും തന്നെ പ്രത്യേകിച്ച് യുവജനങ്ങൾ എത്തിപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു മേഖലയാണ് ഓൺടർപ്രണർഷിപ്പ്, സംരംഭകത്വം. അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മളുടേതായിട്ടുള്ള സംരംഭത്തിന്റെ അധിപൻ നമ്മൾ തന്നെയാണ്. എ ലോട്ട് ഓഫ് ഫ്ലെക്സിബിലിറ്റി ഇസ് ദർ, പൊട്ടൻഷ്യാലിറ്റി, അതായത് അതിലൂടെ കൈവരിക്കാവുന്നതായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച അൺലിമിറ്റഡ് ആണ്. നമുക്ക് പ്രവചിക്കാനായിട്ടേ പറ്റില്ല. കൂടാതെ നമ്മൾക്ക് വ്യക്തിപരമായിട്ട് വളരെയധികം സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ ഒരാളുടെ കീഴിലല്ല വർക്ക് ചെയ്യുന്നത്. എന്ത് വേണം എന്ത് വേണ്ട എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. We will be the sole boss of that organization. പിന്നെ മറ്റൊരു വിധത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിനും ജനങ്ങൾക്കും സേവനം കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഒരു സംരംഭം നമ്മൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വളരെയധികം ആളുകൾക്ക് ജോലി കൊടുക്കാൻ പറ്റും. ഏറ്റവും നല്ല എക്സാമ്പിൾ ഇപ്പം നമ്മളുടെ സ്റ്റേറ്റിൽ, കേരള സ്റ്റേറ്റിൽ തന്നെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള പേഴ്സണെ എടുക്കാം, യൂസഫ് അലി. അദ്ദേഹത്തിന് പറയപ്പെടുന്നത് 56 45 രാജ്യങ്ങളിലായി ഏതാണ്ട് 56,000 പീപ്പിളിനാണ് ജോലി കൊടുത്തിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു കൺട്രോൾ എടുക്കാം, ഒരു കുടുംബത്തിൽ ഒരു 4 പേരുണ്ടെങ്കിൽ തന്നെ 56,000 മൾട്ടിപ്ലൈഡ് ബൈ 4, അത്രയും ആളുകൾക്കാണ്, അത്രയും ലക്ഷം ആളുകൾക്കാണ് ആ ഒരു മനുഷ്യൻ തൊഴിൽ കൊടുത്തിരിക്കുന്നത്. വലിയ ഒരു പുണ്യകർമ്മമാണ്. അത് കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് നമ്മളുടെ സ്റ്റേറ്റും രാജ്യവും അങ്ങേയറ്റം വിലമതിക്കുന്നു. ഇത്രയും ആളുകൾക്ക് തൊഴിൽ കൊടുത്തില്ലെങ്കിൽ ആ ഉത്തരവാദിത്വം മുഴുവൻ വരുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും തലയിലാണ്. അപ്പൊ അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ കുറച്ചെങ്കിലും ഇദ്ദേഹം ഏറ്റെടുക്കും. അപ്പൊ വലിയൊരു പുണ്യകർമ്മമാണ് ആ ചെയ്യുന്നത്. ഓരോ ഓൺടർപ്രണറും അദ്ദേഹത്തിന്റെ ആ വ്യക്തിയുടെ സ്ഥാപനത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുവാനായിട്ട് ജോലിക്കാരെ ആവശ്യമുണ്ട്. അപ്പൊ ഒരു പുതിയ ഓൺടർപ്രണർഷിപ്പ് വരികയാണെങ്കിൽ കുറച്ചു പേരെയെങ്കിലും ആ തൊഴിലിൽ നിയമിക്കാനായിട്ട് പറ്റും. രണ്ടാമത്തെ കാര്യം, ഓരോ ഓൺടർപ്രണറും ടാക്സ് ആയിട്ട് രാജ്യത്തിന്റെ ഖജനാവിലേക്ക് മുതൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ തന്നെ നടത്തിപ്പ്, ഭരണം, സംവിധാനങ്ങൾ എല്ലാം തന്നെ ഈ ഓൺടർപ്രണേഴ്സ് അല്ലെങ്കിൽ ട്രേഡേഴ്സ് കൊടുക്കുന്ന ടാക്സിൽ നിന്നാണ് അതിനുള്ള പൈസ കണ്ടെത്തുന്നത്. അപ്പൊ എല്ലാ വിധത്തിലും വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺടർപ്രണർഷിപ്പില് നമ്മളുടെ പാഷനെയാണ് കൂടുതലും ചേസ് ചെയ്യുന്നത്. വിൽ ബി ചേസിങ് അവർ പാഷൻ. അപ്പൊ അതുകൊണ്ട് അത് പൊളിയാനായിട്ടുള്ള സാധ്യത താരതമ്യേന കുറവാണ്. ആൻഡ് ഫൈനലി വിൽ ബി ഗെറ്റിംഗ് എ ലോട്ട് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ബൈ ഓൺടർപ്രണർഷിപ്പ്. So this is the brief description of